ഒടുവിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വാസുവിൽ എത്തി നിൽക്കുകയാണ്. ഈ വാസുവിൽ നിന്ന് ഇനിയും എങ്ങോട്ടേക്ക് പോകുമെന്നാണ് പലർക്കും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. അതോ അവിടം കൊണ്ട് അവസാനിക്കുമോ, വാസു രക്ഷപ്പെടുമോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ബാക്കി നിൽക്കുന്നു. കാരണം ഇപ്പോൾ മർമ്മപ്രധാനമായ ഒരു കേന്ദ്രത്തിലാണ് ചെന്ന് നിൽക്കുന്നത്. വാസു എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിൻ്റെ മുൻ കമ്മീഷണറാണ് ആയിരുന്നു, അതുപോലെ തന്നെ മുൻ പ്രസിഡന്റ് കൂടിയായിരുന്നു. അപ്പോൾ ഈ സ്ഥിതിക്ക് സംഗതി നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ അങ്ങ് മാറിയില്ലേ? ഇതുവരെ കാണാത്ത തരത്തിലേക്കല്ല, കണ്ട് പരിചയിച്ച തലത്തിലേക്കാണ് പോകുന്നത്. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, 52 വിട്ട് TPയെ കൊന്നു. ആ TPയെ കൊന്ന കേസ് എവിടം വരെ എത്തിയത്? കൊന്നവരിൽ നിന്ന് കൃത്യം നിർവഹിച്ചവരിൽ അവസാനിച്ചില്ലേ? അത് ആസൂത്രണം ചെയ്ത അധികാര സ്ഥാനങ്ങളിലേക്ക് അന്വേഷണം എന്തെങ്കിലും എത്തിയിട്ടുണ്ടോ? കൃത്യമായിട്ടും KK രമേശ് ഉൾപ്പെടെയുള്ളവർ പറയുന്നത് അതിനകത്ത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ ഏറ്റവും ഉന്നതരുടെ പങ്കുണ്ടെന്നാണ് പറഞ്ഞത്. അതിപ്പോഴും പറയുന്നുണ്ട്. ഇപ്പോഴും പറയുന്നുണ്ട്. അന്വേഷണം എത്തിയില്ലല്ലോ, അന്വേഷിച്ചിട്ടില്ലെന്ന് പറഞ്ഞിട്ടില്ല. വ്യവസ്ഥാപിതമായ അന്വേഷണ മാർഗത്തിലൂടെ അന്വേഷണം നടത്തിയിട്ടില്ലെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് സംശയം നിലനിൽക്കുന്നുണ്ട്. ശബരിമലയിൽ സമാനമായ കേസ്, ശബരിമല മോഷണത്തിനകത്ത് ശബരിമല സ്വർണ്ണമല തങ്കം, വിജയമല്യ ശബരിമലയിൽ സമർപ്പിച്ച തങ്കം അവിടുന്ന് അടിച്ചു മാറ്റിയത് മാത്രമല്ല, എൻ്റെ സംശയം അതൊരു തുടക്കമായിരുന്നു. പിടിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ, അതായത് ഇപ്പം അടുത്ത സെപ്റ്റംബറിലെ സംഭവം പിടിക്കപ്പെട്ടില്ലായിരുന്നു, ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നെന്നുണ്ടെങ്കിൽ ഓരോരോ കാരണം പറഞ്ഞ് ആ തങ്കം മൊത്തമായിട്ട് 37.3 കിലോ അല്ലേ, അത് മൊത്തം അവിടെ നിന്ന് കൊണ്ടുപോയേനെ. അതിനാണ് പദ്ധതി ഇട്ടത്. പദ്ധതി ഇട്ടതെന്ന് പറയുന്നത് ഒരിക്കലും ദേവസ്വം ബോർഡിലെ ഏതെങ്കിലും ജീവനക്കാർ എത്ര ഉന്നതരാണെങ്കിലും അവരുടെ മാത്രം അറിവിലാകാൻ വഴിയില്ല. അവിടെ വിജിലൻസ് ഉണ്ട്, അതുപോലെ അവിടെ കേരള പോലീസിന്റെ സാന്നിധ്യമുണ്ട്. പല കാരണങ്ങളുടെ പേരിൽ ഭീകരാക്രമണം പോലും ഉണ്ടാകാവുന്നതാണ് അവിടെ. അവിടെ നിന്ന് ഈ തങ്കപ്പാളികൾ എടുത്തുകൊണ്ട് ചുമ്മാ അങ്ങ് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പല ഏജൻസികൾ ബഹുതല സുരക്ഷാ സംവിധാനമുള്ള അവിടുന്ന് സ്വർണവുമായിട്ട് തങ്കവുമായിട്ട് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുവന്ന് തങ്കപ്പാളിയായിട്ട് തന്നെ ആർക്കെങ്കിലും നമ്മൾ പറയുന്ന പുരാവസ്തുവിൻ്റെ ഒക്കെ രീതിയിൽ വെച്ചിട്ടുണ്ടോ? തിരിച്ചു കൊണ്ടുവന്നത് വേറെ ചെമ്പുപാളിയിൽ തങ്കം പതിപ്പിച്ച പാളി തിരിച്ചു കൊണ്ടുവരാതെ വേറെ ചെമ്പുപാളികളിൽ സ്വർണം പൂശി കൊണ്ടെന്നൊക്കെ പറയുന്ന സാഹചര്യങ്ങൾ കിടക്കുന്നു. ഞാനും എന്നെ എഴുതിയിട്ടുണ്ട്. പക്ഷെ എൻ്റെ പ്രധാന ചോദ്യം എന്ന് പറയുന്നത്, അത് ഒരു കാരണവശാലും ഉദ്യോഗസ്ഥ തലത്തിൽ നടക്കാൻ സാധ്യതയില്ല. ഉദ്യോഗസ്ഥ ഇപ്പം ദേവസ്വം കമ്മീഷണർ വരെ അയാളുടെ വളരെ വന്നു കഴിഞ്ഞു. ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടിരുന്ന ആളിനെയാണ് വാസു, അദ്ദേഹത്തെ പിടിച്ചു കഴിഞ്ഞിരിക്കുന്നത്. അതിന് മേളിലോട്ട് പോവാതെ, രാഷ്ട്രീയ നേതൃത്വത്തിലോട്ട് പോവാതെ അതേ രാഷ്ട്രീയ പ്രസ്ഥാനം ഭരിക്കുന്നൊരു കാലഘട്ടത്തിൽ സത്യം കണ്ടെത്താനാകുമെന്നുള്ള ഒരു പ്രതീക്ഷ ആർക്കും വേണ്ട. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. രാഷ്ട്രീയക്കാരനെ മാറ്റി രാഷ്ട്രീയക്കാരല്ലാത്ത ആളിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയെന്നാണല്ലോ പുതിയ. അതെ, യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? വാസുവും രാഷ്ട്രീയക്കാരനായിരുന്നില്ല, ദേവസ്വം ബോർഡ് കമ്മീഷണറായിരുന്നു, ഒരു ഉദ്യോഗസ്ഥ പ്രമുഖനായിരുന്നു. ആ വാസുവിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയില്ലേ? ആ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കി കഴിഞ്ഞതുപോലെ തന്നെ മറ്റൊരു വാസു, ഈ ജയകുമാർ, K. ജയകുമാർ എന്ന അദ്ദേഹത്തെ മുൻ ചീഫ് സെക്രട്ടറിയും, വാസു എന്ന് പറയുന്ന ദേവസ്വം ബോർഡ് കമ്മീഷണറെ ആക്കിയതുപോലെ ചീഫ് സെക്രട്ടറി മറ്റൊരു ഉദ്യോഗസ്ഥരെ ആക്കി. ഒരു തരത്തിലും വാസുവിനേക്കാൾ പിണറായി വിജയനോട് വിധേയത്വത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും കുറവുള്ള ആളല്ല ഡോക്ടർ ജയകുമാർ. അതാണ് യാഥാർത്ഥ്യം. അപ്പം മനസ്സിലാക്കേണ്ട കാര്യം, ശ്രീ ജയകുമാറിന് കൊടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അറസ്റ്റ് ചെയ്തപ്പെട്ടെങ്കിലും
വാസുവിനെ രക്ഷിക്കാനാണ്, അല്ലെങ്കിൽ വാസുവിന്റെ തലപ്പത്തുള്ളവരെ രക്ഷിക്കാനാണ് എന്നാരെങ്കിലും പറഞ്ഞാലും അവരെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പൊ ജയകുമാറിനെ വിട്ടിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. അല്ലെങ്കിൽ അകത്ത് നോക്കൂ, അല്ലെങ്കിൽ ഈ വാസുവിനെ എന്നെ അറസ്റ്റ് ചെയ്യേണ്ടതാ. പ്രശാന്തിനെ നിർത്താൻ നോക്കി, പ്രശാന്തിനെ പറ്റുകയല്ല കണ്ടപ്പോൾ ജയകുമാറിനെ പോലെ റിട്ടയർ ആയിട്ട് 12-13 വർഷം കഴിഞ്ഞിട്ടും ചീഫ് സെക്രട്ടറി പദവിയിൽ റിട്ടയർ ചെയ്ത ആള്, അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളൊക്കെ കേൾക്കണം, അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ വായിക്കണം. ഇന്ത്യൻ എക്സ്പ്രസിനെ പറ്റി വന്നത് കൃത്യമായും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ചെയ്യാൻ വയ്യാത്ത തരത്തില് കേന്ദ്ര സർക്കാരിനെയും കേരള ഗവർണറെയും ഒക്കെ പോലും വിമർശിക്കുന്ന ലേഖനങ്ങൾ എഴുതിയ ആള്. ഒരു ലേഖനത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, കേന്ദ്ര സർക്കാർ ഇങ്ങോട്ട് കൊടുക്കുന്ന ഗ്രാന്റുകൾക്കും പണത്തിനും കണക്ക് ചോദിക്കരുതെന്ന്. ഞാൻ മറന്നുപോയി അതിന്റെ പേര്, ഇന്ത്യൻ എക്സ്പ്രസിലെ ആർട്ടിക്കിളാ. കേന്ദ്ര സർക്കാർ ഇങ്ങോട്ട് കൊടുക്കുന്ന വകയ്ക്ക് കണക്ക് ചോദിക്കരുതെന്ന് ലേഖനം എഴുതിയ, അത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ ബാധിക്കുമെന്നൊക്കെ പറഞ്ഞ് ന്യായം നിരത്തിയ ഇദ്ദേഹം, ഈ ഡോക്ടർ ജയകുമാർ, ശബരിമല ചെന്ന് കഴിഞ്ഞാൽ വ്യത്യസ്തമായൊരു നിലപാടെടുക്കുമെന്ന് കരുതാനാവൂ. തന്നെയല്ല, ഒപ്പം ശബരിമലയിലെ ഉത്തരവാദിത്വം ഇദ്ദേഹം മുൻകാലത്ത് നിർവഹിച്ച കാലത്ത് കൂടെ ഉണ്ടായിരുന്നതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ പല പദ്ധതികൾക്കും വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരുന്നതിന് ഹൈക്കോടതിയുടെയോ ഞാൻ ഓർക്കുന്നില്ല, സുപ്രീം കോടതിയുടെ തന്നെ പരാമർശം ചോദിച്ചു വാങ്ങിച്ച, വിമർശനം ചോദിച്ചു വാങ്ങിച്ച ഉദ്യോഗസ്ഥനായിരുന്നു ഇദ്ദേഹം. അവിടെ ഇരുന്നപ്പം, അവിടെ ഇരുന്ന കാലത്തൊന്നും ഒരു കാര്യവും ചെയ്തിട്ടില്ല. നല്ലപോലെ കവിത എഴുതും, നല്ല ചലച്ചിത്ര രംഗത്തെ നല്ല പ്രതിഭയാണ്, അതൊക്കെ ശരി, സമ്മതിച്ചു. പക്ഷെ അദ്ദേഹത്തിന്റെ വിനീത വിധേയത്വം എന്ന് പറയുന്നത് കൃത്യമായും പിണറായി സർക്കാരിനോടാണ്. ഇനി ഒരു പക്ഷെ പിണറായി സർക്കാർ മാറി മറ്റൊരു ഭരണകൂടം വന്നാലും പെട്ടെന്ന് തന്നെ ഒരു കഥവെടുപ്പ് വിട്ടിട്ട് അവരുടെ കൂടെയും പോകാം. കാരണം ഉമ്മൻചാണ്ടിയുടെ കാലത്താണ്, സർക്കാരിന്റെ കാലത്താണ് മലയാള സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആയത്. അവിടെ നിന്ന് ഇദ്ദേഹം കാര്യമായ ഒരു സംഭാവനയും ചെയ്തിട്ടില്ല. ഇപ്പോഴും അത് വാടക കെട്ടിടത്തിലാണ്. വാടക തന്നെയല്ല, അതിന്റെ പേര് വേറെ വിവാദങ്ങളും ഉണ്ടല്ലോ. നിയമനം നടന്നതിലും ഉണ്ട്. അതുപോലെ ഇവിടുത്തെ നിയമനം, ഈ ഗവൺമെന്റ് മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് IMG, അവിടുത്തെ നിയമനത്തിൽ പോലും അദ്ദേഹം അർഹിക്കാത്തൊരു പദവിയാണ്. ഡയറക്ടർ ജനറലിന്റെ പദവി ഒഴിവാക്കി ഡയറക്ടർ എന്നൊരു പദവി ക്രിയേറ്റ് ചെയ്ത് അവിടെ കൊണ്ട് നിയമിക്കായിരുന്നൊക്കെ വളഞ്ഞ വഴി കൂടെ. നമ്മൾ നാലും ഈ വിഷയമായിട്ട് ബന്ധപ്പെടില്ല, ഞാൻ പറയുകയാണ്. ഇതൊക്കെ കേരളത്തിനകത്തുള്ള IASകാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ സർക്കാരിന് സാമ്പത്തികമായ നേട്ടം തന്നെയല്ല, എത്രയോ പേർക്കാ പുതിയ അവസരങ്ങൾ കിട്ടുന്നത്. പ്രമോഷനും മറ്റുമായിട്ട് പെൻഷൻ പറ്റി പിരിയുന്നവരെ പറഞ്ഞ് വീട്ടിൽ വിടുകയല്ലേ വേണ്ടത്. ഓരോ പേരും പറഞ്ഞ് അവരെ വീണ്ടും സർവീസിൽ വെക്കുക. അവരെ പെൻഷൻ പറ്റിയതിനു ശേഷം കിട്ടേണ്ട ലാഭം കണക്കാക്കിക്കൊണ്ട് പെൻഷൻ പറ്റുന്നതിന് 4-5 വർഷം മുമ്പ് തൊട്ട് തന്നെ വിധേയത്വം പ്രകടിപ്പിക്കുക. ഇതൊക്കെ വേറൊരു കാര്യം. എങ്കിലും കമ്മിങ് ബാക്ക് ടു ശബരിമലയിലെ അടിസ്ഥാന പ്രശ്നം എന്താണ്? അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത്, ഇന്ന് ശബരിമലയിലും കേരളത്തിലെ എല്ലാ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലും 3 ദേവസ്വം ബോർഡുണ്ടല്ലോ, ഇവിടെ എല്ലായിടത്തുമുള്ള, ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ തീയതിയിൽ ഉള്ള ആസ്തികളുടെ ഒരു കണക്കെടുപ്പ് നടത്താൻ വേണ്ടി സർക്കാർ തയ്യാറുണ്ടോ? ഇന്ന് കൃത്യമായിട്ട് ഇന്നുള്ളത് മാത്രം, അത് നമ്മൾ റേഡിയൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ബാങ്കിലെ ക്യാഷിനെ പരിശോധിക്കും, ഇപ്പം എത്ര രൂപ കയ്യിലുണ്ട് എന്ന് ചോദിച്ചിട്ടാണല്ലോ എത്ര ഉണ്ടാകണമായിരുന്നു. കണക്കും പ്രകാരം 1,38,33,000 ഉണ്ടാവുമായിരുന്നു. 1 കോടിയേ ഉള്ളൂ, 33 ലക്ഷം ഇല്ല എന്ന് പറയുന്ന പോലെ ഇന്ന് ഒറ്റ കാര്യം, ഈ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലും ശബരിമലയിലും എല്ലാം ഇന്നുള്ള ആസ്തിയുടെ കൃത്യമായ ഒരു കണക്കെടുപ്പ് എടുത്തിട്ട് അതിനെ പുറകോട്ട് വെരിഫൈ ചെയ്ത് എങ്ങനെ നഷ്ടങ്ങളുണ്ടായെന്നും ആരത് കൊണ്ടുപോയെന്നും ഒക്കെ നടത്തി അന്വേഷിക്കാനുള്ള സന്നദ്ധത ഇപ്പോഴും ഉണ്ടോ? ഇപ്പോഴും കുറ്റം ചെയ്തവരെ രക്ഷിച്ചെടുക്കാനല്ലാതെ, അതല്ലേ അറസ്റ്റൊക്കെ ഇത്രയും നീങ്ങുന്നത്. മറ്റേ കേസ് ഇപ്പോൾ കാണാമല്ലോ, കേസ് വരുന്നതിന് മുമ്പ് അറസ്റ്റ് ചെയ്യും. സുരേഷ് ഗോപിയൊക്കെ മറ്റേ ഒരു വിഷയത്തിൽ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്തോ ഒരു ആവേശമായിരുന്നു. അപ്പൊ അതിനൊക്കെയുള്ള ആവേശം എന്താ ഇക്കാര്യത്തിൽ ഇല്ലാതായി പോയത്? ഈ വാസുവിൽ നിന്ന് ഇത് പത്മകുമാറിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നുണ്ടോ?
അവിടെ എനിക്കൊരു സംശയമുള്ളതെന്ന് പറഞ്ഞാൽ ആ. ഈ പത്മകുമാറിനെ ഒതുക്കാൻ വേണ്ടിയാണ് വാസുവിനെ ദേവസ്വം ബോർഡ് പിണറായി കൊണ്ടുവന്നത്. അപ്പം വാസുവിന് പത്മകുമാറിന് പറയാനൊരു ന്യായമുണ്ട്. ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ഞാൻ വന്നെങ്കിലും എല്ലാം ചെയ്തത് വാസുവാണ്. വാസുവിനെ കൊണ്ട് ജയിച്ചത് പിണറായി വിജയനുമാണ്. കാരണം കമ്മീഷണറായിട്ടിരുന്ന സമയത്ത് അല്ലേ? ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയില്ലേ? ആ, പ്രസിഡന്റ് ആക്കി. ആദ്യം കമ്മീഷണറായി. അപ്പം പത്മകുമാറിന്റെ മേളിൽ പിടിമുറുക്കാൻ വേണ്ടിയാണ് ഈ വാസുവിനെ കൊണ്ടുവന്നത്. വാസുവാണ് അപ്പോഴത്തേക്കും ആ സ്ത്രീ പ്രവേശന വിഷയ സമയത്തൊക്കെ പത്മകുമാറിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി, പത്മകുമാറിനെ പ്രതിരോധിക്കാൻ വേണ്ടി പിണറായി വിജയന്റെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളായിട്ട് നിന്നത്. മാർക്സിസ്റ്റ് പാർട്ടിക്കാരനാണെങ്കിൽ പോലും പത്മകുമാറിന് ഒരു ശബരിമല ഭക്തന്റെ ചെറിയൊരു റോള് വഹിക്കേണ്ടി വന്നു. അതുകൊണ്ട് ജയകുമാർ സാർ എന്ന വാസുവിനെ രക്ഷിക്കുകയാണെങ്കിൽ പത്മകുമാർ വിട്ടുപോകും. നേരെ മറിച്ചിട്ട് നിഷ്പക്ഷനായാണ് രണ്ടുപേരും പെടും. അതിന് സാധ്യത തൽക്കാലം കാണേണ്ട കാര്യമില്ല. അവിടെ വരുന്നത് നേരെ മറിച്ച് പത്മകുമാർ രക്ഷപ്പെടുകയാണെങ്കിൽ വാസു കുടുങ്ങും, വാസു കുടുങ്ങിയ പിണറായി വിജയനും കുടുങ്ങും, കടകംപള്ളിയും കുടുങ്ങും. അതുകൊണ്ട് കോംപ്ലിക്കേറ്റഡ് ആണ് കാര്യം. സ്വാഭാവികമായും എനിക്ക് തോന്നുന്നത് ഇത് എലക്ഷൻ കഴിഞ്ഞാൽ പോലും തീരാൻ പോകുന്നില്ലാത്തൊരു വിഷയമായത്. അതിന് പിന്നെ സഹായിക്കാൻ വേണ്ടി വലതു വർഗീയ മുന്നണി, ഇടതു വർഗീയ മുന്നണിയുടെ ഭരണം കഴിയുമ്പോൾ വലതു വർഗീയ മുന്നണിയാണല്ലോ കേരളത്തിലെ ശൈലി. അന്ന് ചെന്നിത്തലയാണേലും വി ഡി സതീശനാണെങ്കിലും ഈ ജയകുമാർ തന്നെ അവിടെ ഇരിക്കുകയാണെങ്കിൽ ജയകുമാറിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ ടി പി രാമകൃഷ്ണൻ കേസിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചില്ലേ, അവിടെ സംഭവിച്ചതുപോലെ ഇവിടെയും യഥാർത്ഥ പ്രതികളെ രക്ഷിക്കുന്നതിനുള്ള കാര്യം വലതു വർഗീയ മുന്നണി അധികാരത്തിൽ വന്നാലും നടക്കുമെന്ന് വേണം പ്രതീക്ഷിക്കാൻ. ഇതിനൊക്കെയുള്ള ഏറ്റവും വലിയ കൃത്യമായ മറുമരുന്നെന്ന് പറയുന്നത് കേരളത്തിലെ ഹിന്ദു ഉണരണം. ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും സിഖുകാർക്കും ഒക്കെ അനുവദനീയമായതുപോലെ ഹൈന്ദവ ക്ഷേത്രങ്ങളെയും ഹിന്ദു തന്നെ ഭരിക്കും. ഭരിക്കും എന്നുള്ള വാക്ക് പോലും തെറ്റാണ്, ദേവന്റെ കാര്യമാണ്. ആ ക്ഷേത്രങ്ങളെയും മാനേജ് ചെയ്യും, ക്ഷേത്രങ്ങളുടെ കാര്യങ്ങളും നോക്കി നടത്തും എന്ന് ഉറപ്പാകുന്നൊരു സംവിധാനം ഉണ്ടാകുന്നതിന് വേണ്ടി ഉള്ള പോരാട്ടമല്ലാതെ, ആ പോരാട്ടം വിജയത്തിലേക്ക് എത്തുന്നവരെയുള്ള നീക്കമല്ലാതെ, ഉദാഹരണത്തിന് രാഷ്ട്രീയമായ പോരാട്ടം എന്ന് പറയുമ്പം ഈ പഞ്ചായത്ത് ഇലക്ഷന് വീട്ടിൽ വോട്ട് ചോദിച്ചുകൊണ്ട് വരുന്ന ഓരോരുത്തരോടും പറയണം, നിങ്ങൾ ഞാൻ പോയി തൊഴുന്ന ക്ഷേത്രത്തിൽ ഞാൻ അർപ്പിക്കുന്ന കാണിക്കയിൽ അത് വേണ്ട തരത്തിൽ ഉപയോഗിക്കുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പ് കിട്ടുന്നതിന് ഉറപ്പ് തരുന്നത് പോലെ ഹൈന്ദവ ക്ഷേത്രങ്ങളെ ഹിന്ദുവിന് വിട്ടുവരാൻ തയ്യാറുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വോട്ടില്ല എന്നെങ്കിലും പഞ്ചായത്ത് ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും വരുമ്പം അതുപോലെ നിങ്ങളുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ ഹൈന്ദവ ക്ഷേത്രങ്ങളെ വിമോചിപ്പിക്കുമോ എന്ന് വ്യക്തമാക്കുന്നതിനുള്ള ബാധ്യത നിങ്ങൾ ഏറ്റെടുത്തെങ്കിൽ മാത്രമേ നിങ്ങളോടൊപ്പം നിൽക്കാൻ ഞങ്ങളുള്ളൂ എന്ന് ഹിന്ദു പറയുന്നൊരു കാലം വരണം. അങ്ങനെ ഒരു പ്രതികരണം ഹിന്ദുവിൻ്റെ ഭാഗത്ത് ഉണ്ടാകത്തോളം കാലം ശബരിമല തങ്കപ്പാളികളല്ല, ഭഗവാനെ വരെ, ഇവർ വിൽക്കും, ഭഗവാന്റെ ദിവ്യവിഗ്രഹം വരെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകും. എന്നിട്ട് പറയുന്ന ഡോക്ടർ ജയകുമാറൊക്കെ പറഞ്ഞ ന്യായമുണ്ട്, അവിടെ നിന്ന് ആരെയും കൊണ്ടുപോകുന്നില്ലല്ലോ. കൊണ്ടുപോകണ്ട് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ജയകുമാരന്മാരെയും വാസുമാരെയും ഒക്കെ ദേവസ്വം ബോർഡും ചെയർമാനും കമ്മീഷണറും ഒക്കെ ആക്കി ഇരുത്തിക്കൊണ്ട് ഞങ്ങൾക്ക് വേണ്ട ജീവനക്കാരെ ഇരുത്തുന്നു. ഞങ്ങൾ ആകപ്പാടെ ചെയ്യുന്നത് അങ്ങോട്ട് പോകുന്നതിനുള്ള വഴി പണിയുന്നു. ചെങ്ങന്നൂര് തൊട്ട് പമ്പയുള്ള വഴി പണി. ഈ വഴി പണിയുന്നതിൻ്റെ ചിലവ് ശബരിമലയിലെ കാണിക്ക വെച്ചിക്കാത്തവർ എടുക്കേണ്ടത് അല്ലല്ലോ. അവിടെ പോലീസിനെ അന്വേഷിക്കുന്നുണ്ട്. അത് ആൾക്കൂട്ടം ഉണ്ടാകുന്നിടത്ത് പോലീസ് വരേണ്ടതാണ്. ആ ചെലവ് കൊടുക്കേണ്ട ബാധ്യത ഭക്തരുടെയാണ് അല്ലല്ലോ. അതൊക്കെ പോട്ടെ. ശബരിമലയിലേക്ക് തീർത്ഥാടനം ഇങ്ങനെ ഇത്രയും വന്നുകൊണ്ടിരിക്കുമ്പം എന്താണ് സർക്കാരിന് അതുകൊണ്ടാവും നേട്ടമെന്നെങ്കിലും ചിന്തിക്കട്ടെ. ടാക്സ് വഴി മറ്റും സാമ്പത്തികമായിട്ടുള്ള നേട്ടവും ചിന്തിക്കട്ടെ.
അപ്പോൾ ഹിന്ദുവിനെ ഇനിയും പറ്റിക്കാനുള്ള പരിശ്രമം, നികുതി പിരിക്കുന്നതൊക്കെ പിരിക്കട്ടെ, ഇത് മോഷണമല്ലേ? ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള വസ്തുക്കളാണെങ്കിലും ഭൂസ്വത്തുക്കളാണെങ്കിലും ഇതുപോലെയുള്ള പല അമ്പലങ്ങളിലായി ഇപ്പം ആറന്മുളയും വൈക്കത്തും പലയിടങ്ങളിലാണ് മോഷണം നടക്കുക. ഇതിന് അറുതി വരുത്തിയില്ലെങ്കിൽ ദൈവം പൊറുക്കില്ല എന്ന് തന്നെ പറയേണ്ടി വരും. തന്നെയല്ല, പ്രധാനമായിട്ടും അങ്ങ് ആദ്യം ചോദിച്ച ചോദ്യം ഇത് പരിഹരിക്കാൻ വേണ്ടിയല്ല, വാസവന്റെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് ജയകുമാറിനെ പ്രസിഡന്റ് ആക്കിയിരിക്കുന്നത്. അദ്ദേഹം അത് ഭംഗിയായിട്ട് നിർവഹിക്കുമായിരിക്കും. ഹി നോസ് ഹൗ ടു ഡു ദ ജോബ് ഇൻ എ ഡിപ്ലോമാറ്റിക് വേ ചെയ്യുമായിരിക്കും. ഏതായാലും ആ ടി.പി. ചന്ദ്രശേഖരൻ കേസിലെ അനുഭവം തന്നെയായിരിക്കും ഇവിടെ യഥാർത്ഥ കുറ്റവാളികൾ പിടിക്കപ്പെടുന്നതിനുള്ള സാഹചര്യം ഇന്നും നിലവിലില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.